2025 റെക്കോർഡിട്ട വിജിലൻസിന്റെ ട്രാപ്പ് കേസുകൾ. സംസ്ഥാനത്ത് 57 ട്രാപ്പ് കേസുകളാണ് വിജിലൻസ് കൈക്കൂലിക്കാരെ പൂട്ടിയത്. ഉദ്യോഗസ്ഥരും ഇടനിലക്കാരുമായി 76 പേർ കൈക്കൂലി കേസിൽ പിടിയിലായി. ഈ വർഷവും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, പുതിയ വർഷത്തിൽ എത്രത്തോളം കർശനമായ പരിശോധനകളും ഒക്കെയായി മുന്നോട്ട് പോകാനാണ് വിജിലൻസിന്റെ തീരുമാനം? എന്താണ് മനോജ് എബ്രഹാം പറയുന്നത്? മാധു, 2025 വിജിലൻസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വർഷമാണ്. കാരണം റെക്കോർഡുകളുടെ വർഷമെന്ന് സൂചിപ്പിക്കാം. കാരണം ഈ കൈക്കൂലി ഉദ്യോഗസ്ഥരെയൊക്കെ കെണിവെച്ച് പിടിക്കുന്ന ട്രാപ്പ് കേസുകളുടെ എണ്ണം റെക്കോർഡ് എണ്ണമാണ് ഈ 2025 വിജിലൻസ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തൊട്ടാകെ 57 ട്രാപ്പ് കേസുകളാണ് വിജിലൻസ് നടത്തിയത്. അതിൽ 76 ഉദ്യോഗസ്ഥർ ഈ ട്രാപ്പ് കേസുകളിൽ, ഉദ്യോഗസ്ഥരും ഇടനിലക്കാരുമായി 76 പേർ ഈ ട്രാപ്പ് കേസുകളിൽ കുടുങ്ങുകയും ചെയ്തു. ഇത്രത്തോളം ഉദ്യോഗസ്ഥർ ഈ ട്രാപ്പ് കേസുകളിൽ ഉൾപ്പെടുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ്. ഇതിൽ തന്നെ 20 കേസുകൾ റവന്യൂ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ കൈക്കൂലിക്കാരുള്ളതെന്ന് പറയേണ്ടി വരും. തദ്ദേശത്തിൽ 12 കേസുകളും പോലീസ് വകുപ്പിൽ 6 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ഈ മേഖല തിരിച്ചാണെങ്കിൽ എറണാകുളം ആസ്ഥാനമായ മധ്യമേഖലയിലാണ് ഏറ്റവും കൂടുതൽ ട്രാപ്പ് കേസുകൾ. കൈക്കൂലിക്കാർ കൂടുതലുള്ള അവിടെയാണെന്ന് സംശയിക്കേണ്ടി വരും. 28 കേസുകളാണ് അവിടെ രജിസ്റ്റർ ആയത്. 9 കോട്ടയം ആസ്ഥാനമായ കിഴക്കൻ മേഖലയിലും കോഴിക്കോട് ആസ്ഥാനമായ മലബാർ മേഖലയിൽ, വടക്കൻ മേഖലയിൽ 15 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ തലസ്ഥാന നഗരമായ തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖല, തിരുവനന്തപുരം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിൽ 5 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഭരണസ്ഥിരാ കേന്ദ്രമൊക്കെയുള്ള തിരുവനന്തപുരത്ത് കൈക്കൂലിക്കാരുടെ എണ്ണം കുറവാണെന്ന് കരുതേണ്ടി വരും. ഇതുകൂടാതെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ 201 വിജിലൻസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 300 പ്രാഥമിക അന്വേഷണങ്ങൾ രജിസ്റ്റർ ചെയ്തു. 136 രഹസ്യ അന്വേഷണങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 57 വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 2025 വിജിലൻസുമായി ബന്ധപ്പെട്ട അവരുടെ നേട്ടമായി അവതരിപ്പിക്കുന്നത്. അടുത്ത വർഷവും ശക്തമായ നടപടിയും മുന്നോട്ട് പോകുമെന്ന് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം പറയുന്നുണ്ട്.